വെൽക്കം ടു മെൻഡേഴ്സ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്നൊരു ടോപ്പിക്കാണ് ആശയവിനിമയം എന്ന പ്രക്രിയ. ആശയവിനിമയ പ്രക്രിയ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിയിലേക്ക് എത്തപ്പെടുന്നത് വരെയുള്ള പ്രക്രിയയാണ് ഇതിൽ പറയുന്നത്. എളുപ്പമാണ് ആശയവിനിമയ പ്രക്രിയ. ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ഈ ഡയഗ്രാം നമ്മളൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം. ചിത്രത്തിന്റെ സഹായത്തോടെ തന്നെ എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരാശയം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ്. ആ ചാർട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ ആദ്യം എന്തുണ്ട്? പ്രേഷിതൻ, സന്ദേശം, എന്താണ് നമ്മൾ അയക്കുന്ന മെസ്സേജ്, അത് എൻകോഡ് ചെയ്യുന്നു, ഒരു മാധ്യമം വഴി സ്വീകർത്താവിൽ എത്തുന്നു, സ്വീകർത്താവ് അത് ഡീകോഡ് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കിട്ടുന്നു. ഇതൊന്ന് വരച്ച് തന്നെ എഴുതുക. അപ്പൊ ഇതിലുള്ള എലമെന്റ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രേഷിതൻ എന്ന് വെച്ചാൽ സെൻഡർ എന്നാണ് പറയുന്നത്. സന്ദേശം അയക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രേഷിതൻ. ഇയാളിൽ നിന്നാണ് ആശയവിനിമയ പ്രക്രിയ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അതാണ് ആദ്യത്തെ ആള്. ഇപ്പൊ എനിക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് തരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനാണ് ഇവിടെ സെൻഡർ. എന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നു. സന്ദേശം. ഇപ്പൊ ഞാൻ നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ബിസിനസ് സ്റ്റഡീസിലെ ഒരു ടോപ്പിക്കാണ് സന്ദേശം. ആശയവിനിമയത്തിന്റെ വിഷയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്ദേശം എന്ന് പറയുന്നത്. ഇനി എൻകോഡിംഗ് എന്ന് പറയുന്നുണ്ട്, സംജ്ഞാപദം എന്ന് പറയുന്നു. എൻകോഡിംഗ് ആശയം കൈമാറുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? സന്ദേശം അയക്കുന്ന ആൾ ചില വാക്കുകൾ, ഞാൻ ചില വേർഡ്സ് പറയുന്നു, ചില പ്രവൃത്തികൾ. ഇപ്പൊ നമ്മൾ വാട്സപ്പിലൊപ്പം മെസ്സേജ് അയക്കുമ്പോൾ ഇമോജീസ് ഉണ്ട്, ചിത്രങ്ങൾ അല്ലെങ്കിൽ രേഖകൾ തുടങ്ങിയ പല രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രതിരൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അയക്കുന്ന മെസ്സേജിനെ, നമ്മളെ സന്ദേശത്തെ, എൻ്റെ മൈൻഡിലുള്ള ആശയത്തെ ഞാൻ എന്താക്കി മാറ്റുന്നു? വാക്കുകളും പ്രവൃത്തികളും ചിത്രങ്ങളും രേഖകളും ഒക്കെ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? മാധ്യമം, മീഡിയ. സന്ദേശം സഞ്ചരിക്കുന്ന മാർഗത്തെയാണ് മാധ്യമം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ടെലിഫോണിലൂടെ ആണെങ്കിൽ എന്ത്? ടെലിഫോൺ ഉപയോഗിക്കുന്നു, കത്ത് അയക്കുന്നു, റേഡിയോ അയക്കുന്നു, ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നമ്മളിപ്പോൾ ഇമെയിൽ അയക്കുന്നു. അപ്പൊ അങ്ങനെ ഏതാണോ മാധ്യമം അത്. സ്വീകർത്താവ്, ഞാൻ ആർക്കാണോ മെസ്സേജ് അയച്ചത് അല്ലെങ്കിൽ സന്ദേശം സ്വീകരിച്ച ആളെയും നമ്മൾ എന്ത് പറയുന്നത്? സ്വീകർത്താവ് എന്ന് പറയുന്നത്. ഡീകോഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ദേശകർത്താവിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങളെ സ്വീകർത്താവ് സാധാരണ ഭാഷയിലേക്ക് മാറ്റുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ എൻകോഡിങ്ങും ഡീകോഡിങ്ങും നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഇതിലെ ആശയം കൈമാറുന്നതിന് സന്ദേശം അയക്കുന്ന ആള് വാക്കുകള്, ചിത്രങ്ങള്, അതുപോലെ പല ഇമോജീസ്, അതുപോലെ രേഖകള്, പലതരത്തിലുള്ള മാർഗങ്ങളിലേക്ക് എൻ്റെ മൈൻഡിലുള്ള ആശയത്തിനെ മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഡീകോഡിംഗ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഞാൻ അയച്ച മെസ്സേജ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ സന്ദേശത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സാധാരണ ഭാഷയിലേക്ക് മാറ്റി അയക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഡീകോഡിംഗ് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് എന്താണ്? പ്രതികരണം. സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് നമ്മൾ എന്ത് കൊടുക്കും? റിപ്ലൈ കൊടുക്കും, മറുപടി. ആ മറുപടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രതികരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആശയവിനിമയ പ്രക്രിയ. ഡയഗ്രത്തിന്റെ സഹായത്തോടെ കൂടെ തന്നെ എഴുതണം. ഒരു സെൻഡർ, ഒരു പ്രേഷിതൻ, സന്ദേശം അയക്കുന്ന ആള്, സന്ദേശം എന്താണോ ആ വിഷയം അത് സന്ദേശം, എൻകോഡിംഗ് ആ വിഷയത്തിനെ ചിത്രങ്ങളും പ്രവൃത്തികളും രേഖകൾ ആ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നതിന് എൻകോഡിംഗ്, മാധ്യമം ഏത് വഴിയാണോ അയക്കുന്നത്, കത്താണോ, ടെലിഫോണാണോ, വാട്സപ്പ് മെസ്സേജ് ആണോ, ഏതാണോ മാധ്യമം, ഏത് വഴിയാണോ നമ്മൾ അയക്കുന്നത് അതിന് നമ്മൾ എന്ത് പറയും? മാധ്യമം എന്ന് പറയും. സ്വീകർത്താവ് ഉണ്ട്. ആരാണ്? മെസ്സേജ് കിട്ടിയ ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വീകർത്താവ് എന്ന് പറയുന്നത്. ഡീകോഡിംഗ് വെച്ച് മെസ്സേജ് കിട്ടിയ ആള് നമ്മൾ അയച്ച ചിത്രങ്ങളെയും അതിനൊക്കെ അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാറ്റി എടുക്കുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രതികരണം, റിപ്ലൈ. ഇത്രയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത്. ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.